ദേശീയ മാധ്യമങ്ങളെ വിശ്വസിക്കാമോ എന്ന ചോദ്യത്തിന് ഇക്കാലത്ത് പ്രസക്തിയില്ല. പ്രമുഖ ദേശീയ ചാനലുകളുടെ എല്ലാം ഉടമസ്ഥത രാജ്യത്തെ കോർപ്പറേറ്റ് ഭീമന്മാർ സ്വന്തമാക്കിയിരിക്കുകയാണ്. അവരാകട്ടെ ബി.ജെ.പിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും അടുപ്പക്കാരും. ഇന്ത്യയിലെ പ്രധാന ചാനലുകളുടെ ഉടമകൾ ആരെല്ലാമാണെന്ന് നോക്കാം. ആദ്യം NDTVയുടെ കാര്യം പരിശോധിക്കാം. രാജ്യത്തെ ഏറ്റവും പ്രമുഖ ചാനലുകളിൽ ഒന്നായ NDTV ഇന്ന് പ്രധാനമന്ത്രിയുടെ ഉറ്റ ചങ്ങാതി ഗൗതം അദാനിയുടെ സ്വന്തമാണ്. ഒരു കാലത്ത് നിഷ്പക്ഷമായി വാർത്തകൾ നൽകിയിരുന്ന NDTVയെ 2022 അദാനി സ്വന്തമാക്കിയത്. 2022 ഓഗസ്റ്റിൽ ചാനലിന്റെ 29% ഓഹരി സ്വന്തമാക്കിയ അദാനി ഗ്രൂപ്പ് 2022 ഡിസംബറിൽ ചാനൽ പൂർണ്ണമായും വാങ്ങി. ന്യൂസ് 18, CNBC, CNN, ഫസ്റ്റ് പോസ്റ്റ് ഈ 4 ചാനലുകളുടെയും ഉടമ ഒരാളാണ്. ആരാണെന്നല്ലേ? രാജ്യത്തെ ഏറ്റവും വലിയ സമ്പന്നരിൽ ഒരാളായ മുകേഷ് അംബാനി. അടുത്തത് റിപ്പബ്ലിക് ടിവിയും അവരുടെ ഹിന്ദി ചാനലായ റിപ്പബ്ലിക് ഭാരതും. ഇവ രണ്ടിന്റെയും ഉടമ അർണബ് ഗോസ്വാമി. അർണബിന്റെ അജണ്ടയും രാഷ്ട്രീയ ചായ്വും എന്താണെന്നും എങ്ങോട്ടാണെന്നും പറയേണ്ടതില്ലല്ലോ. ഈ 2 ചാനലുകളുടെയും ആദ്യഘട്ടത്തിൽ നിക്ഷേപകർ ഇപ്പോഴത്തെ കേരള BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആയിരുന്നു. അടുത്തത് സി ന്യൂസ്. BJPയുടെ രാജ്യസഭാ MP സുഭാഷ് ചന്ദ്രയാണ് സി ന്യൂസിന്റെ ഉടമ. നെറ്റ്വർക്ക് 9 ETV എന്ന വമ്പൻ മാധ്യമ സ്ഥാപനത്തിനും BJPയുമായി അടുത്ത ബന്ധമുണ്ട്. കുറച്ചുകാലം മുമ്പ് വിവാദമായ ഇലക്ട്രൽ ബോണ്ട് ഓർമ്മയില്ലേ? രാഷ്ട്രീയ പാർട്ടികൾക്ക് ഫണ്ട് നൽകുന്നവർ ആരൊക്കെയാണെന്ന് മറ്റൊരാൾക്കും അറിയാൻ സാധിക്കില്ല. അതായിരുന്നു ഇലക്ട്രൽ ബോണ്ടിന്റെ പ്രത്യേകത. സുപ്രീം കോടതി പിന്നീട് ആരൊക്കെ ഏതൊക്കെ പാർട്ടികൾക്ക് പണം നൽകി എന്നത് പൊതുജനത്തിന് അറിയാൻ അവകാശമുണ്ടെന്നത് ചൂണ്ടിക്കാട്ടി ഇലക്ട്രൽ ബോണ്ടിനെതിരെ വിധി എഴുതിയിരുന്നു. ഇതേ തുടർന്നാണ് ഇലക്ട്രൽ ബോണ്ടിലെ വിവരങ്ങൾ പുറത്തു വരുന്നത്. അത് പ്രകാരം BJPക്ക് ഇലക്ട്രൽ ബോണ്ടിലൂടെ ഏറ്റവും കൂടുതൽ പണം നൽകിയ മേഘ എഞ്ചിനീയറിംഗ്സ് ആണ് നെറ്റ്വർക്ക് 9 ETVയുടെ ഉടമകൾ. ഇനി ഒന്ന് ആലോചിച്ചു നോക്കൂ, ഈ മാധ്യമങ്ങളെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും?